തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ യു.ഡി.എഫ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. നാളെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക. ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കാവുന്ന വിശ്വാസത്തിൽ എൽ.ഡി.എഫ്. പിന്താങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 101 അംഗ കോർപ്പറേഷനിൽ എൽ.ഡി.എഫ്. പിന്തുണയോടെ 1/3 34 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിനായി വേണ്ടത്. അങ്ങനെയെങ്കിൽ പ്രമേയ അവതരണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ.ഡി.എഫ്. ഈ അവിശ്വാസത്തെ പിന്താങ്ങുമോ എന്നുള്ളതാണ്. ഇനി പിന്താങ്ങിയാൽ തന്നെ അത് ഒരു വലിയൊരു രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ വഴിതെളിക്കും. ഏത് രീതിയിലാണ് എൽ.ഡി.എഫിനും മറ്റും ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്? അപായ 6 മാസം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം 6 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഭരണസമിതിക്കെതിരെ അവിശ്വാസവുമായി യു.ഡി.എഫ്. രംഗത്തേക്ക് എത്തുന്നത്. എന്നാൽ യു.ഡി.എഫിനും 20 അംഗങ്ങൾ മാത്രമാണ് 101 അംഗ കോർപ്പറേഷനിലുള്ളത്. അതിൽ കൂടാതെ തന്നെ 29 അംഗങ്ങൾ എൽ.ഡി.എഫിനുണ്ട്. അങ്ങനെ എൽ.ഡി.എഫും യു.ഡി.എഫും കൂടി ചേർന്നാൽ മാത്രമേ ഒരു പക്ഷേ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് തന്നെ നൽകാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എങ്കിൽ തന്നെയും യു.ഡി.എഫ്. ബി.ജെ.പിക്കെതിരെ ഭരണസ്തംഭനം ആരംഭിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തുകയാണ്. 20 പേർ ഒപ്പിടുന്നത് കൂടാതെ ആകെ 33 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 34 പേരുടെ ഒപ്പാണ് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിന് തന്നെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ 20 പേരും ഒപ്പം തന്നെ എൽ.ഡി.എഫിൻ്റെ പിന്തുണയും യു.ഡി.എഫിന് ഉണ്ടാവണം എന്നത് തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയം വരുന്ന സാഹചര്യത്തിലുള്ളത്. എന്നാൽ എൽ.ഡി.എഫ്. ഇതിന് സമ്മതിക്കുമോ അല്ലെങ്കിൽ ഇതിനൊപ്പം നിൽക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് വി ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കിയത് ബി.ജെ.പിക്കെതിരെ ആയുധമാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പം നിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക അല്ലെങ്കിൽ ഒപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും എൽ.ഡി.എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ചേരുകയാണെങ്കിൽ തന്നെ ആകെ 49 സീറ്റുകൾ ആകും. അത് നോട്ടീസ് നൽകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഒരു സ്വതന്ത്രനെ കൂടി ചേർത്ത് നിർത്തിയാൽ തന്നെ, സുധീഷ് കുമാർ എന്ന് പറയുന്ന സ്വതന്ത്രൻ, അത് കോൺഗ്രസിൻ്റെ സ്വതന്ത്രൻ കൂടിയാണ്, സ്വതന്ത്രനെ ചേർത്ത് നിർത്തിയാൽ തന്നെ 50 സീറ്റ് തികയ്ക്കാനാണ് ഇപ്പോൾ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും സ്വതന്ത്രനും കൂടിയാവുക. അതേസമയം 51 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി.ജെ.പി. ഭരണത്തിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഇപ്പോൾ സുഗതൻ്റെ കാര്യത്തിൽ തീരുമാനം ഒന്നും തന്നെ ആകാത്തൊരു സാഹചര്യമാണ്. സുഗതൻ്റെ സത്യപ്രതിജ്ഞ അടക്കം വീണ്ടും ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ അംഗമാക്കി നിലനിർത്താൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ സുഗതൻ ജയിലിലായതിനാൽ തന്നെ ഇവിടേക്ക് കൗൺസിലിലേക്ക് എത്താത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് മുതലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് യു.ഡി.എഫ്. അതേ സാഹചര്യത്തിൽ തന്നെ ഒരു സ്വതന്ത്രനുണ്ട്, പാറ്റൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം എൻ.ഡി.എക്കൊപ്പം നിലനിൽക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബി.ജെ.പിക്ക് 51 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. 50 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ അവിശ്വാസ പ്രമേയം എത്തിയാൽ തന്നെ ബി.ജെ.പി. അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ നോട്ടീസ് ലഭിച്ച 15 ദിവസത്തിനുള്ളിൽ കളക്ടർ ഇത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുകയും വേണം. അതുതന്നെ ബി.ജെ.പി. ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ തന്നെ അവിശ്വാസ പ്രമേയം നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്ത് തന്നെയായാലും നാളെ അവിശ്വാസ പ്രമേയവുമായി രംഗത്തേക്ക് കിട്ടും. ആ അവിശ്വാസ പ്രമേയത്തിൽ എൽ.ഡി.എഫ്. പിന്തുണ ഉണ്ടാകുമോ എന്നാണ് ഇനി പ്രധാനമായി അറിയേണ്ടത്. എൽ.ഡി.എഫ്. പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയം എത്തിച്ച് അത് ബി.ജെ.പിക്കെതിരെ ഒരു ആയുധമാക്കാൻ യു.ഡി.എഫിന് കഴിയുകയുള്ളൂ. തീർച്ചയായും അതുതന്നെയാണ് യു.ഡി.എഫ്. കൊണ്ടുവരുന്ന അവിശ്വാസത്തെ എൽ.ഡി.എഫ്. പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ചരടുവരികളും മറ്റു ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.